അവരെന്നെ ഡെസേർട്ടിൻ്റെ നടുക്ക് കൊണ്ടാക്കിയിട്ട് അവർ വേറെ എങ്ങോട്ടോ അവർക്ക് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് പോവുകയാണ്. ഹലോ ലിഫ്റ്റ്. ഓ മാനേരി. ഏതോ ഒരു ഗ്രാമത്തിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഫുള്ള് മരുഭൂമിയിൽ കിടക്കുന്ന ഒരു ഗ്രാമമാണ്. ഇതാണ് പുള്ളിക്കാരൻ്റെ വീട്. ഈ കാണുന്നതാണ് അവരുടെ വീട്ടിൻ്റെ ഉൾഭാഗം. ഇവിടെ ഒരു നല്ലൊരു കുട്ടി. ഹലോ ഫ്രണ്ട്സ്, ചെക്കിനോമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൂടി കൂടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. മറന്നുപോയി ഞാൻ. രാവിലെ ഇന്നലെ വന്ന് ഇവിടെ ടെൻ്റ് അടിച്ച് കിടന്നു ഒരു സ്ഥലത്ത്, ഒരു ഡെസേർട്ട് ഡ്യൂണിൻ്റെ അടുത്തായിട്ട്. ഇപ്പോൾ രാവിലെ തന്നെ ടെൻ്റൊക്കെ നോക്കാൻ വേണ്ടി 2 പേര് ഇവിടെ ഉള്ളവർ വന്നിട്ടുണ്ട്. അവരുടെ അടുത്താണ് ഞാൻ കൂടിയെന്ന് ഈ സ്ഥലത്തിൻ്റെ പേര് ചോദിച്ചത്. പുറകിലൂടെ കുറേ സ്ത്രീകൾ വെള്ളം എടുത്തുകൊണ്ട് പോകുന്നില്ലേ, അത് അവർ വെള്ളം എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഓരോ കലകലങ്ങളായിട്ട് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നതാണ് അവരുടെ വീട്ടിൽ. രാവിലെ തന്നെ കോരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഞാൻ ആ കുവയിലോട്ട്, ആ ഒരു കിണറിലോട്ടാണ് വെള്ളം എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഞാൻ ഇനി എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ഇടയിൽ ഇന്നലെ രാത്രി എൻ്റെ പാൻസ് ഫുള്ള് കീറി. പാൻസിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഇത് ഫുള്ള് കീറി. ഞാൻ അറിയാമല്ലോ, ഒറ്റ പാൻസാണ് ഞാൻ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇനി പുതിയൊരു പാൻസ് വാങ്ങണം. അപ്പോൾ ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, എനിക്ക് നിക്കർ ഇട്ട് നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല വെയിലാണ്. ഞാൻ ഈ കീറിയ പാൻസിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ ഈ നിക്കർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞാൻ പുതിയ ബുദ്ധി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി പോവാം. സമയം 8 മണിയായി. 8 മണിയായപ്പോൾ മുഴുവൻ വെയിലൊക്കെ ആയി. ഇവിടെ നിന്ന് ടെൻ്റൊക്കെ അഴിച്ച് ഇറങ്ങി വന്നിട്ട് ഇവരുടെ ഗ്രാമത്തിലോട്ട് നടക്കുവാണ്. ഇതാണ് ഇവരുടെ ഗ്രാമം. ഇവിടെ ധാരാളം വീടുകൾ നമുക്ക് കാണാം. ഈ ഒരു വീടുകളൊക്കെ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പത്തെ പഴയ വീടുകൾ എന്ന് പറയുമ്പോൾ ഇവർ കട്ട മാത്രമായിട്ടാണ് വയ്ക്കുന്നത്. ഇതിൻ്റെ അകത്ത് സിമൻറ്റ് കാര്യങ്ങളൊന്നും വെക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള വീടുകളിലൊക്കെ ഇവർ സിമൻറ്റ് മിക്സ്ഡും ഈ ഒരു ബ്രിക്കുകളുടെ ഇടയിൽ ധാരാളം വയ്ക്കുന്നുണ്ട്. ഈ വീടുകളെല്ലാം അങ്ങനെയാണ് കണ്ടെത്തിയത്. ഞാനിതാണ്ടെ ഈ ബ്രോൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്തോട്ട് പോവുകയാണ്. ഇവിടെ ഗ്രാമമൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി നടക്കാം. ആൾക്കാർക്ക് ഇതറേ ഓക്കെ. പുള്ളിക്കാരൻ്റെ വീട് എവിടെയാണ്? ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വീടുകൾ. नमस्ते। नमस्ते। How are you? Yeah, good. आप कैसा है? कैसा है? Best, बढ़िया है। Okay. What is it? माही. Mahi। हाँ. हाँ? What is it from? केरला. Kerala। हाँ. Good। एक मिनट। चलेगा, कोई प्रॉब्लम नहीं. बहुत धन्यवाद. എനിക്ക് വേണ്ടി എല്ലാ വീട്ടിലെ പോലെ എനിക്ക് വേണ്ടി ഇവിടെ ഇതൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. बहुत धन्यवाद ब्रो, बहुत धन्यवाद. आपका मम्मा है? नहीं, मेरे चाचा की. ഓക്കെ, ചാച്ച. ഓക്കെ, പുള്ളിക്കാരൻ്റെ വീടാണ് ഈ കാണുന്നത്. ഞാനിവിടെ വന്നതോ അവിടെ ഒരു പശുവൊക്കെ ഉണ്ടല്ലോ, ചെറിയൊരു കന്നുകാലിയൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവരുടെ വീട്. അത്യാവശ്യം നല്ലൊരു കട്ടകളൊക്കെ കൊണ്ട് നിർമ്മിച്ച ഒരു വലിയൊരു വീടാണ്. ഓക്കെ. ഓക്കെ. അച്ഛാ കർ രഹേ, അച്ഛാ കർ രഹേ, ബഹുത് അച്ഛാ ഹൈ. Thank you. ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ബാജറ റൊട്ടി കഴിക്കാൻ വേണ്ടി പോവാണ്. അതായത് നമ്മുടെ മില്ലൽ ഫ്ലോറിൻ്റെ റൊട്ടി കഴിക്കാൻ വേണ്ടി പോവാണ്. ബാഗ് ഇതറൊക്കെ കാരണം ബാഗ് ഞാനിവിടെ ബാഗ് മീലല്ലേ കേട്ടോ, ബാഗ് കൂടെ എടുക്കാം. ഇതാണ് പുള്ളിക്കാരൻ്റെ വീട്. ആ കാണുന്നതാണ്. ഈ കാണുന്നത് എന്താണെന്ന് അറിയാമോ? ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാമലിൻ്റെ ബാക്കിൽ കെട്ടിയിട്ട് ഓരോ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരിതാണ്. ഇതിലേക്കൂടെയാണല്ലോ കയറേണ്ടത്. ഓ तो कोरियन है ना? ये तो कोरियन. हाँ, कोरियन लैंग्वेज. आपका गेस्ट लिखा दिया? हाँ, मेरे घर पे 2 महीना था. आप जैसा था. ओके. आया था यहाँ. വിശ്വാസ് കിയാ. मेरे घर पे 2 महीना रहा. मैंने चार्ज भी नहीं लिया. പുള്ളിക്കാരൻ പറഞ്ഞ പുള്ളിക്കാരൻ്റെ വീട്ടിലിവിടെ 2 മാസം നിന്നു എന്നാണ്. പുള്ളിക്കാരൻ ഇവിടെ ക്യാമൽ സഫാരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇവിടെ പാക്കേജ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഗസ്റ്റൊക്കെ വരാറുണ്ട് പുറത്തുനിന്നുള്ള. കൂരി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ഗസ്റ്റ് അവരൊക്കെ വരാറുണ്ട്. പുള്ളിക്കാരൻ എന്നെ ഇവിടെ ആഹാരം കഴിക്കാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവന്നതാണ്. ഇതാണ് പുള്ളിക്കാരൻ്റെ വീട്. ഈ കാണുന്നതാണ് അവരുടെ വീട്ടിൻ്റെ ഉൾഭാഗം. ഇത് ഇസ്മേ പാനി ഹേ. ഓ, ഇവരുടെ വീട്ടിൻ്റെ അകത്ത് തന്നെ വെള്ളം എടുക്കാനുള്ള ഇതുണ്ട്. ഇതോ
അവർ വെള്ളം ഇതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ഇതിൽ നിന്ന് കോഴി എടുക്കും. അതുകൊണ്ട് അവർക്ക് അങ്ങ് ദൂരെ നടന്നു പോകണ്ട. ഇതാണ് കൊള്ളാം, ഒരു അടിപൊളി വൈബ് സ്ഥലം. ഇത് അണ്ടർഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. ഓ, ഇതിൻ്റെ അകത്ത് അവർ ധാന്യമൊക്കെ സ്റ്റോർ ചെയ്യും. ക്യാമൽ ഫുഡ്. ഓ, ധാന്യമാണ് ഇത്. ക്യാമലിന് കഴിക്കാൻ വേണ്ടിയുള്ള ധാന്യമാണ്. അവർ ക്യാമലിന് കഴിക്കാൻ വേണ്ടിയുള്ള ധാന്യത്തിന്റെ സംഭവമാണ്. ബഹുത്ത് അച്ഛാ, ബഹുത്ത് അച്ഛാ. ഹായ്. ये है यहाँ डेजर्ट कल्चर. डेजर्ट कल्चर. ये तो अभी नए बनाए नहीं तो ये कैसे कच्चा था, पूरे कच्चे थे. ऐसे रहते थे लोग कच्चे में. ये झोपड़ी दिख रही है ना, ओके. इसमें रहते थे. ഇതൊക്കെ പുള്ളിക്കാരൻ ഇപ്പം കിട്ടിയതെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇതൊക്കെ പുള്ളിക്കാരൻ്റെ ക്യാമൽ സഫാരിക്ക് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സംഭവമാണ്. പുള്ളിക്കാരന് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ, ക്യാമലിൻ്റെ ഊപ്പർ. ഇതാണ് ക്യാമലിൻ്റെ നമ്മൾ മുകളിൽ വെച്ചിട്ട് ഇരിക്കൂലേ, ആ കാണുന്ന സാധനം ഇതാണ്. ഇതിലാണ് ആളുകൾ പിടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ക്യാമലിൻ്റെ പുറത്ത് ഡയറക്റ്റ് ഇരിക്കാൻ പറ്റൂല. ഇതൊക്കെ അവർ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ കുക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇത് പുള്ളിക്കാരൻ്റെ അതിൻ്റെ സാധനങ്ങളാണ്. പുറത്തോട്ട് ഇറങ്ങാം. ഇത് കൊള്ളാം കേട്ടോ. ഈ തറയെല്ലാം ഒഴുകിയിരിക്കുന്നത് ചാണകം കൊണ്ടാണ്. ഒരു അടിപൊളി ഒരു വേറെ വൈബ്. എല്ലാ വീടും ഇങ്ങനെയാണ്. കോമ്പൗണ്ട് ഫുള്ള് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസാണ് എല്ലാവരുടെ വീട്ടിലും. ഇവിടെ റൊട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ബാജ്റ റൊട്ടിയാണ്, അതായത് നമ്മുടെ മില്ലറ്റ് ഫ്ലോറിൽ ഉണ്ടാക്കിയ റൊട്ടിയാണ്. അതും നമ്മുടെ ഉള്ളിക്കറി. ഈ ഉള്ളിക്കറിയാണ് ധാരാളം ഇവിടെ എല്ലാം ഞാൻ കൂടുതൽ കണ്ടത്. ഈ ഒരു രാജസ്ഥാനിൽ ഈ ഒരു ഡെസേർട്ട് ഗ്രാമങ്ങളിൽ കൂടുതലും ഞാൻ കണ്ടത് ഈ ഒരു ഇതിൻ്റെ സംഭവമാണ്. അപ്പം ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ. ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി കൊള്ളാം. സാധാരണ ബാജ്റ റൊട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെൽത്തിയാണ്. പ്ലസ് നല്ല കട്ടിയായിട്ടാണ് വരുന്നത്. ഇത് സിമ്പിളായിട്ടുള്ള ബാജ്റ റൊട്ടി. സാധാരണ നല്ല കട്ടിയായിട്ടാണ് വരുന്നത്. മറ്റേ പൂണാറാം പയ്യാരുടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് നല്ലപോലെ 2 ബാജ്റ റൊട്ടി കഴിച്ചു. നല്ലപോലെ വയറൊക്കെ നിറഞ്ഞു. ഈ കാണുന്നതാണ് ഇവിടെ ഉള്ള വീടുകൾ. പുള്ളിക്കാരൻ്റെ ക്യാമ്പ് ആ കാര്യങ്ങളൊക്കെ അവിടെയാണ്. അപ്പോൾ പുള്ളിക്കാരനെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഗൂഗിളിൽ പൂണാറാം ഹോം സ്റ്റേ എന്ന് അടിച്ചാൽ മതി. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഇത് പൂണാറാം ഹോം സ്റ്റേ എന്ന് അടിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ ഈ ക്യാമൽ സഫാരിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും. അതുപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരുന്നവർക്ക് അത് ഉപയോഗിക്കാം. ഇവിടെ കണ്ടോ, ഇവിടെയും ഒരു കിണറുണ്ട്. അവരുടെ വീട്ടിൽ ഇവിടെയും കിണറുണ്ട്. ഇവിടെയൊക്കെ ഈ പശുവിൻ്റെ ചാണകമൊക്കെ അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്തോ ചില ഈ ഒരു ബീഹാറിലും യു പിയിലൊക്കെ ഉള്ള ഗ്രാമങ്ങളിൽ പോകുമ്പോൾ ഈ ഒരു മതിലിൽ ഇങ്ങനെ ചാണകം ഒട്ടിച്ച് വയ്ക്കും. അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് എനിക്കൊന്നു ചൂട് പ്രതികരിക്കാൻ എന്താണോ എന്തോ സംഭവം, അങ്ങനെയൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട്. ഇതും ഈ വീട്ടിലും ഫ്രണ്ടിൽ വെള്ളത്തിൻ്റെ അതുണ്ട്. ഹായ് 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 കൈസായേ ഹായ്. ഇവിടെ ഒരു നല്ലൊരു കുട്ടി അമ്മൂമ്മ ഇന്ന് എന്തൊക്കെയോ ചെയ്യുവാണ്. ഞാൻ കുട്ടിയിലൊരു ഫോട്ടോ എടുത്തോട്ടെ. അടിപൊളി കുട്ടി കേട്ടോ. ओ मैं 10 लगा के सो गया था, अभी जा रहा है. हाँ, हेलो लिफ्ट. ओ मानेरी. Why? There is the restricted area. हाँ, Which country? ഫൈനലി എനിക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ സാധനം എടുത്തൊന്ന് ബാക്കിലോട്ട് വെക്കട്ടെ. പുള്ളിക്കാരൻ പറഞ്ഞു നീ എങ്ങനെ പോകും എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ. हाँ पानी है, पानी है. क्योंकि कुछ प्रॉब्लम हो गया फिर हमारे ऊपर आ जाएगा. नहीं पानी है. मैं उधर से पूरा भर के आया. ठीक है ना. फिर प्रॉब्लम कहाँ रुके थे रात को? नहीं, मैं तो उधर से जाऊंगा, निकलूंगा. नहीं, अब कल रात को कहाँ रुके थे? आज रात इधर था. ഫൈനലി കൂരിയിൽ നിന്ന് വിട പറയാൻ വേണ്ടി പോവുകയാണ്. ഒരു ലിഫ്റ്റ് കിട്ടി, ഇനി ആശ്വാസമായി. നമ്മൾ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങോട്ട് നേരെ പോകുന്നത് വേറൊരു സ്ഥലത്താണ്. ഞാൻ ഇങ്ങോട്ടുള്ള റോഡിലോട്ടാണ് ഇവരുടെ കൂടെ ചാടി കയറിയത്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങോട്ട് പോകുമ്പോൾ വെള്ളം ഇല്ലാതെ പെട്ടുപോകും, അതുകൊണ്ട് പുള്ളിക്കാരൻ എൻ്റെ ബാഗിൽ വന്നിട്ട് വെള്ളം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് പോയത്. കാരണം അങ്ങോട്ട് ഫുള്ള് മരുഭൂമി പ്രദേശമാണെന്നാണ് പറയുന്നത്. പിന്നെ ലൈഫ് ഈ സീറോ വിത്തൗട്ട് അഡ്വഞ്ചർ ആയതുകൊണ്ട് ഞാൻ അതൊക്കെ വകവെച്ച് ഞാൻ പോവുകയാണ്. എന്നാൽ നല്ല വെയിൽ, ഇവിടുന്ന് നല്ലപോലെ വെയിലടിക്കുന്നുണ്ട്. ഞാൻ ഇരുന്ന് കഴിയുക.
ഈ പോകുന്ന വഴിക്ക് ഓരോ ഇടയിലും നമുക്കിങ്ങനെ ആടുകളെ കുറേ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആടുകളുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു മനുഷ്യർ കാണുമെന്നാണ് അർത്ഥം. ആട്ടിടയന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആട്ടിടയന്മാർക്ക് ഈ ഒരു ചെറിയൊരു വീട് പോലുള്ള എന്തെങ്കിലും ഒരു സംഭവം കുടിൽ കാണുമ്പോൾ അങ്ങ് ദൂരെ കാണുന്നില്ല, അത് ആട്ടിടയൻ്റെ കുടിലാണ്. ഇവിടെ ധാരാളം ആടുകളെയും ഷീപ്പുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഫുള്ള് വിജനമായിട്ടുള്ള ഒരു സ്ഥലങ്ങളിലൂടെയാണ്. മുഴുവൻ ഒരു ഭയങ്കര ഒരു വലിയൊരു വിജനത അനുഭവപ്പെടുന്നു. ഞാനൊന്ന് എണീറ്റിട്ട് പൊങ്ങി കാണിച്ചു തരാം. മിലേഗ മിലേഗ. അവരിനി വേറെ എങ്ങോട്ടോ പോവാണ്. ഓക്കെ ചലോ. അവരെന്നെ ഡെസേർട്ടിൻ്റെ നടുക്ക് കൊണ്ടാക്കിയിട്ട് അവർ വേറെ എങ്ങോട്ടോ അവർക്ക് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് പോവുകയാണ്. അവരെനിക്ക് അറിഞ്ഞുകൂടാ എങ്ങോട്ടോ പോകുന്നു. അവർ നേരെ പോയല്ലോ. അയ്യോ, അവരെന്നെ പറ്റിച്ചതാണെന്ന് തോന്നുന്നു. അവർ നേരെ പോയി, എന്നെ പറ്റിച്ചതാണെന്ന് തോന്നുന്നു. അവർ അവിടെ 2 കുടിലുകളൊക്കെ കാണാം. നിങ്ങൾ പഴയ എപ്പിസോഡ് കണ്ടാൽ അറിയാം. ഇങ്ങനെയുള്ള കുടിലുകളിൽ പോയിട്ടാണ് ഞാൻ അന്ന് എന്നെ അവർ പിടിച്ച് കെട്ടി വെച്ചത്. പിന്നെ ഇവിടെ പിന്നെയും കുഴപ്പമില്ല. ഞാൻ അന്ന് പോയി എന്ന് പറയുമ്പോൾ ഭയങ്കര വിജനമായിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു. അവിടുത്തെ ഉള്ള ആളുകൾക്ക് ഈ ടൂറിസ്റ്റ് പോലും എന്തെന്ന് അറിയില്ല, അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളാണ്. അവിടേക്ക് ആളുകൾ താമസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ഒരു വീടുമല്ല, ഇതെല്ലാം ആട്ടിടയന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അവർ ആടിനെ മേച്ച് അവരിവിടെ തന്നെ കഴിഞ്ഞ് ജീവിച്ചു പോകുന്നവരാണ്. ഈ പോകുന്ന ബസ് ഇവിടെയുള്ള ബസ് സർവീസാണ്. അവർ കൈയാണിക്കുന്നു. ഇത് ഇവിടേക്കുള്ള ബസ് സർവീസാണ്. ആകെ വല്ലപ്പോഴും ഉള്ള ബസ് സർവീസാണ്. ബസ്സുകളുണ്ട്. ബസ്സുകളെ ആശ്രയിച്ച് മാത്രമാണ് ആളുകൾ ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്നത്, അല്ലാതെ യാത്ര ചെയ്യാറില്ല. ബസ്സുകളെ ആശ്രയിച്ച് മാത്രമാണ് ഇവിടെയുള്ള ആളുകൾ യാത്ര ചെയ്യുന്നത്. ഞാൻ മുന്നോട്ടിങ്ങനെ നടന്നു വയ്ക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു ഫീലാണ് ഇവിടെ. ആരുമില്ലാത്ത ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നടന്ന് ഒരു അടിപൊളി ഫീലാണ്. സത്യം പറയാല്ല, ചൂടെന്ന് പറയുമ്പോൾ പൊള്ളും, പക്ഷെ എന്നാൽ പോലും വേറൊരു വൈബാണ്. ഞാൻ മണിക്കൂർ ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായി വന്നിട്ട്. ഇപ്പോൾ 2 മണിക്കൂറായിട്ട് ഞാൻ ഇരിക്കുവാണ്. ഞാൻ കുറച്ച് മുമ്പ് അങ്ങ് അപ്പുറത്തായിരുന്നു, ഒരു കിലോമീറ്റർ ഉള്ളിൻ്റെ അപ്പുറത്തായിരുന്നു ഇരുന്നത്. ഇപ്പം ഞാൻ നടന്നതാണ് ഇങ്ങോട്ട് വന്നു. നല്ലപോലെ വെയിലുണ്ട്, വണ്ടി ഒന്നും വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് നടക്കാൻ വയ്യ. അങ്ങോട്ട് നടക്കാൻ പോയാലെന്ന് വെച്ചാൽ അങ്ങോട്ട് പിന്നെ ഒരു സ്ഥലമില്ല. ഇവിടെ അപ്പോൾ കുറച്ച് 2-3 ഹട്ടുകൾ അങ്ങ് ദൂരം ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പറ്റിയാൽ അങ്ങോട്ടെങ്കിലും പോകാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നടക്കാൻ വേണ്ടി പോകാത്തത്. ഇല്ല അങ്ങോട്ട് പോയാൽ പിന്നെ വേറെ ഒരു വഴിയില്ല. അതുകൊണ്ട് ഞാൻ വണ്ടിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനലി എൻ്റെ ഭാഗ്യം എന്ന് പറയാം, വണ്ടി വരുന്നു. ഇവിടെ നിന്നൊരു ലോറി വന്നപ്പോൾ ഇതാണ്ട് ഇവിടെ നിന്ന് വേറൊരു ബസ്സും വരുന്നുണ്ട്. ആ ലോറിയൂടെ നിർത്തിയാൽ മാത്രമേ എനിക്ക് ഭാഗ്യം കിട്ടുള്ളൂ. ഞാനൊന്ന് കൈയാണിച്ച് നോക്കട്ടെ. അയ്യോ, ഒന്ന് നിർത്തുമെന്തോ വണ്ടി. ഒന്ന് നിർത്ത് ചേട്ടാ, ഒന്ന് നിർത്ത്. लिफ्ट 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 आप किधर जा रहा है? आगे जा रहा हूँ। वो लिफ्ट दे सकता है प्लीज? कहाँ से आए? मैं केरला से। केरला से आगे कहाँ जा रहे? मैं तो मरिया जाल। एक मिनट मैं बता दूंगा। दो हाँ हाँ गो दो जा रहे हैं, 2 गाँव। उधर तक चलेगा प्लीज भैया. ओके फाइनली बहुत धन्यवाद, बहुत धन्यवाद. बहुत टाइम से गाड़ी नहीं मिला, 2 घंटा हो गया. 2 घंटा से ऐसा है. रुपये ओके ये पहले ओके बहुत धन्यवाद. हाय बोलो भैया. हाय हाय लिफ्ट देने के लिए बहुत धन्यवाद, बहुत धन्यवाद. ओके तकलीफ नहीं है ना? तकलीफ कहीं कौन तुझे? ഓക്കെ ഓക്കെ ना ഓക്കെ. ഫൈനലി എനിക്ക് ഒരു 1.5-2 മണിക്കൂറിന് ശേഷം എനിക്കൊരു വണ്ടി കിട്ടി. ഈ വണ്ടി വന്നപ്പോൾ അവിടെ ഒരു ബസ് വന്നു. ആ കോൺസി ജഗ ജാറേ ദോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇവർ പോകുന്നത്. അത് മാപ്പിൽ നോക്കിയാലേ അറിയാവും.
എന്തോ ഒരു ഭയങ്കര സന്തോഷം ഈ വണ്ടിയിൽ കയറിയപ്പോ. കുറേ നേരത്തിന് ശേഷം ഒരു കാത്തിരിപ്പിന് ശേഷം കാത്തിരിപ്പ് അവസാനിച്ചപ്പോ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അടിപൊളി. ഈ വണ്ടിയിൽ AC ഒക്കെ ഉണ്ട്. AC ഉള്ളതുകൊണ്ട് AC വാല ഗാഡി, AC ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഈ ഒരു മരുഭൂമി കൂടെ പോകാൻ അടിപൊളിയാണ്. കാരണം ഫുള്ള് ലാൻഡ്സ്കേപ്പ് കണ്ട് ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് ഇതിന്റെ ഫ്രണ്ടില്. ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നെങ്കിൽ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടേലെ. ദാണ്ടെ വഴിയിൽ ഇരിക്കാൻ പോലും മരങ്ങൾ പോലും ഇല്ല, തണല് പോലും ഇല്ല, വളരെ കുറവ് മാത്രമാണ്. വീടുകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പാടുപെട്ടേനെ. ഇങ്ങോട്ടാണ് ഞാൻ ഇങ്ങോട്ട് താണ്ട ഒരു സബ് റോഡാണ്. ദോ എന്ന് പറയുന്ന ഏതോ ഒരു വില്ലേജിലോട്ട് ഇവര് പോവാണ്. ഗാവേക്കാ ദോ ഗാവ്. അപ്പൊ ഗാവേ ദോ എന്ന് പറഞ്ഞ ഗ്രാമത്തിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിവിടെ വരാമെന്ന് പറഞ്ഞു. ഞാനും ഇവരുടെ കൂടെ അങ്ങോട്ട് പോവുകയാണ്. തിരിച്ചു വന്നിട്ട് ഞാനിവിടെ ഇറങ്ങാം. കാരണം എന്തായാലും ഇവിടെ ഇന്ന് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല. വേറെ വണ്ടി വരണമെങ്കിലും വണ്ടിയൊന്നും വരില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇവരുടെ കൂടെ പോവാന്ന് വിചാരിച്ചത് അങ്ങോട്ട് പോവാണ്. ഏതോ ഉള്ളു വില്ലേജിലാണ് ഈ സ്ഥലം എന്ന് പറയുമ്പോൾ. നമ്മുടെ നമ്മുടെ അതിർത്തി കിടക്കുന്ന രാജ്യത്തിന്റെ ഭാഗത്തോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. നമ്മൾ അവസാനം ഏതോ ഒരു ഗ്രാമത്തിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഫുള്ള് മരുഭൂമിയിൽ കിടക്കുന്ന ഒരു ഗ്രാമമാണ് ഇത്. ഈ വണ്ടി എന്ന് പറയുമ്പോൾ കീലെന്തോ കൊണ്ടുവന്നതാണ്, റോഡ് പണിക്ക് വേണ്ടിയുള്ള സാധനം കൊണ്ടുവന്നതാണ്. ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് ദൗ എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. ധാരാളം വീടുകൾ നമുക്ക് അവിടെ കാണാം. ചുറ്റും മരുഭൂമിയാണ്. പുറം ലോകവുമായിട്ട് ഈസി ആയിട്ടുള്ള ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഈ ദൗ എന്ന് പറയുന്ന സ്ഥലം. അടിപൊളി, കാണാൻ നല്ല രസമുണ്ട്. ഫൈനലി നമ്മള് മരുഭൂമിയിൽ അകപ്പെട്ട് കിടക്കുന്ന ദൗ എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിന്റെ ചുറ്റും മരുഭൂമിയാണ്. ഏകദേശം ഒരു 50 വീടുകളോളം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കി ചുറ്റും മരുഭൂമിയായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു, വണ്ടിയിൽ മുഴുവൻ റോഡ് പണിക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്നതാണ് നമ്മുടെ വണ്ടിയിൽ. ഈ കാണുന്നതെല്ലാം ഇവിടെയുള്ള വീടുകളാണ്. അത്യാവശ്യം നല്ല കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച നല്ല വീടുകളാണ് ഇവിടെ എല്ലാം. അങ്ങ് കാണുന്നത് സ്കൂളൊക്കെയാണ്. അങ്ങോട്ട് കാണുന്നത് ധാരാളം കന്നുകാലികളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വേറൊരു വൈബ് വില്ലേജ്. കാരണം ഫുള്ള് ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുന്ന വില്ലേജാണ്. ഫുള്ള് മരുഭൂമിയുടെ അകത്ത്. ഒരു കൊടുങ്കാറ്റ് വന്ന് പോയാൽ ഈ ഒരു വില്ലേജിനെ നശിക്കാൻ ആരും അറിയാതെ തന്നെ നശിച്ചു പോകും. അങ്ങനത്തെ ഒരു സംഭവമാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഫുള്ള് കണക്ടിവിറ്റി ഉണ്ട്, ഇവിടെയൊക്കെ കണക്ടിവിറ്റി വളരെ കുറവാണ്. ആ ഭാഗത്ത് കാണുന്നത് ഒരു സ്കൂളാണ്. ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളാണ് ഈ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ വേണ്ടി പോവാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ദൗവിൻ്റെ കാഴ്ചകളും മറ്റൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ബൈ.